കേരള ജല അതോറിറ്റിയുടെ ADB പദ്ധതി കരാറിൽ അഴിമതി ആരോപണവുമായി ഭരണ പ്രതിപക്ഷ തൊഴിലാളി സംഘടനകൾ. കൊച്ചി, തിരുവനന്തപുരം നഗരസഭകളിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്ന ADB പദ്ധതിക്കെതിരെ വരുന്ന ചൊവ്വാഴ്ച സെക്രട്ടേറിയറ്റ് മാർച്ച് സംഘടിപ്പിക്കാനുള്ള നീക്കത്തിലാണ് ജല അതോറിറ്റി ഉദ്യോഗസ്ഥരുടെ സംയുക്ത സമിതി. 2511 കോടി രൂപ ചെലവ് വരുന്ന ADB പദ്ധതിയുടെ കരാറിനെതിരെയാണ് തൊഴിലാളി സംഘടനകൾ അഴിമതി ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. മുൻ വർഷങ്ങളിൽ ഇത് സംബന്ധിച്ച ആശങ്കകൾ സർക്കാരിനോട് പങ്കുവച്ചിരുന്നെങ്കിലും ശാശ്വത പരിഹാരം ഉണ്ടായില്ല. ആയതിനാൽ പദ്ധതി റീടെൻഡർ ചെയ്യണമെന്ന ആവശ്യമാണ് സംഘടനകൾ പ്രധാനമായും ഉന്നയിക്കുന്നത്. CITU, INTUC, AITUC എന്നീ തൊഴിലാളി സംഘടനകളുടെ സംയുക്ത നേതൃത്വത്തിലാണ് പ്രതിഷേധം. ADBയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള DPRൽ ഇത് സ്വകാര്യവൽക്കരണത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ള ഒരു പദ്ധതി അതിൻ്റെ ഭാഗമായിട്ടുണ്ട്. അത് സംഘടനകൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെയും അതുപോലെ തന്നെ ജലവിഭവ മന്ത്രിയുടെയും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ DPRൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായും വസ്തുതാവിരുദ്ധമാണ്. വാട്ടർ അതോറിറ്റി വിതരണം ചെയ്യുന്ന കുടിവെള്ളത്തിന് ഗുണമേന്മയില്ല എന്നും അതുപോലെ തന്നെ വാട്ടർ അതോറിറ്റി വിതരണം ചെയ്യുന്ന കൊച്ചിൻ കോർപ്പറേഷനിൽ വിതരണം ചെയ്യുന്ന 51% പ്രസരണ നഷ്ടമുണ്ടാക്കുന്നു എന്നാണ് പറയാനുള്ളത്. അത്തരത്തിലൊരു പ്രസരണ നഷ്ടമുണ്ടെങ്കിൽ ഇന്ന് കൊച്ചി ഒരു വെള്ളക്കെട്ടിൻ്റെ ഭാഗമായി വെള്ളപ്പൊക്കം തന്നെ ഉണ്ടാകുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. ആ ടെൻഡറിനകത്ത് ഇന്ന് കൊച്ചിയിലോ തിരുവനന്തപുരത്തോ നടപ്പാക്കാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളാണ് അതിനകത്ത് കടന്നുകൂടിയിട്ടുള്ളത്. അതുവഴി സംഭവിക്കുവാൻ പോകുന്നത് എന്ന് പറയുന്നത് 2511 കോടി രൂപയാണ് ഇതിൻ്റെ സാങ്ഷൻ എങ്കിൽ തന്നെയും ആ തുക ഇവിടെ വിനിയോഗിക്കാൻ സാധിക്കാതെ വരികയും അതുവഴി രാജ്യത്തിൻ്റെ ഖജനാവ് തന്നെ കൊള്ളയടിക്കപ്പെടുന്ന ഒരു സമീപനവും ഉണ്ടാകുമെന്നാണ് നമ്മൾ കരുതുന്നത്. സൂയിസ് ഇന്റർനാഷണൽ എന്ന ബഹുരാഷ്ട്ര കമ്പനിക്ക് 10 വർഷത്തേക്കാണ് ടെൻഡർ. ഈ കരാറിലൂടെ 750 കിലോമീറ്റർ വരുന്ന കൊച്ചിയുടെ ജലവിതരണ ശൃംഖല നശിപ്പിക്കപ്പെടുമെന്നും കുടിവെള്ള വിതരണത്തിൽ നിന്നും വാട്ടർ അതോറിറ്റിയെ മാറ്റി നിർത്തുമെന്നും ആക്ഷേപമുണ്ട്. 2016-17 കാലഘട്ടത്തിലാണ് ഈ DPR പ്രസിദ്ധപ്പെടുത്തുന്നത്. അന്നുണ്ടായിരുന്ന കൊച്ചിയല്ല ഇന്നത്തെ കൊച്ചി. അവർ പരാമർശിക്കപ്പെടുന്ന എസ്റ്റിമേറ്റ് തുകയിൽ ഇന്ന് അത് പ്രാവർത്തികമാക്കാൻ തുടങ്ങിയാൽ ഏകദേശം 40% തുക കൊണ്ട് ആ പ്രവർത്തനം ഇവിടെ നടത്താം. ഇതിരിക്കെയാണ് ഇത്രയും വലിയ ഒരു തുക, ഏകദേശം 1255 കോടി രൂപയാണ് കൊച്ചിൻ കോർപ്പറേഷന് വേണ്ടി ഈ പദ്ധതിയിലൂടെ ADB വായ്പ നൽകുന്നത്. ആ വലിയൊരു തുക അഴിമതിയാണ് എന്ന് ഒരു സംശയമില്ലാതെ നമുക്ക് പറയാൻ കഴിയും. ADB പദ്ധതിക്കായി നവംബർ 30-നകം കരാർ ഒപ്പുവെക്കാനും സർക്കാരിനു മേൽ സമ്മർദ്ദമുണ്ട്. സ്വകാര്യവൽക്കരണത്തെ ഒരു പരിധിവരെ അംഗീകരിക്കുന്നുണ്ടെങ്കിലും പദ്ധതിയിലുള്ള ആശങ്കകൾ പരിഹരിക്കണമെന്നാണ് എല്ലാവരുടെയും ആവശ്യം. ഭരണപക്ഷ തൊഴിലാളി സംഘടനയടക്കം ഭാഗമായിരിക്കുന്ന പ്രതിഷേധത്തിൽ അനുകൂല നിലപാട് സർക്കാർ സ്വീകരിക്കുമെന്നാണ് ഇവരുടെ പ്രതീക്ഷ. ന്യൂസ് മലയാളം, കൊച്ചി.